മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് വിചാരിച്ചു ഇയാൾ പാകിസ്ഥാനിലാണോ വന്നതെന്ന് ചോദിച്ച് നാടല്ലാത്ത ഉടുപ്പില്ലാത്ത വർഗം കരീം സ്ഥാനാർത്ഥി കരീം മുസ്ലിം വേറെ പണിയൊന്നുമില്ല. എളമര കരീമിനാണ് പോരെ. എന്തിനാ പോയത്? തോറ്റത് ഒന്ന് പറയണം. തോറ്റാല് തോറ്റെന്ന് അംഗീകരിക്കുക. ജയിച്ചോനെ MP ആൻ പറ്റുള്ളൂ, ജയിച്ചോനെ MLA ആൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ അതും ഇതൊക്കെ പറയേണ്ട കാര്യം. നിങ്ങളൊരു കാര്യം സഹാക്കളെ, നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കി ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമ വേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, സിദ്ധാർത്ഥന്റെ കൊലപാതകം, വിമർശനങ്ങളോടുള്ള അശ്രദ്ധ, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് തോൽക്കുക. അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അജ്ജോസും കുടുംബം PK ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം, രാജഗോപാലൊക്കെ ഒന്ന് പറയണം. ഇതാണ് പഠിക്കേണ്ടത്. വെറുതെ പറഞ്ഞിട്ട് വോട്ടിന്റെ കണക്ക്. ഞാൻ ചോദിക്കട്ടെ, 75 കൊല്ലം ഭരിച്ച കോൺഗ്രസ് അവരങ്ങനെ ഒന്നായിട്ട് പോയി തോറ്റുപോയി. 50 സീറ്റ് പോയി. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു. ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. സെറിന്റെ നാട്ടിലെ 2-3 സഖാക്കളാണ് മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യയൊക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. എന്ത് ചോദിച്ചു, ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ, പോയി കാണട്ടെയാണ്. മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധ്യായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ. എടുത്ത് ഇവര് നന്നായിട്ട് ടൂർ പോകേണ്ടായി. കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ എവിടെ ഉണ്ടാകാനാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ, നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള്, നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര? തോറ്റിട്ട് 15 കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക്, ഒരു സീറ്റ് ലോക്സഭയ്ക്കുള്ള എന്താ നിങ്ങൾ CPM മനസ്സിലാക്കി? ആ CPIന്റെ ബുദ്ധി നിങ്ങൾക്കില്ലല്ലോ. കിണ്ട മുട്ടല്ലേ പിണറായിക്ക്? ഇങ്ങനെ കിണ്ട മുട്ടല്ലേ? എന്തെങ്കിലും പറയണോ? മുഖസ്തുതി അല്ലാതെ നിങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? നവകേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി, ജനങ്ങളുമായി സംവാദം, അതാണ് ഇങ്ങൊക്കെ ഒറ്റ സീറ്റ്. അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് 20,000 വോട്ട് ചെയ്യിച്ചത്. ബാക്കിയൊക്കെ പോയില്ലേ?